ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്താലോ? ഒരു സിമ്പിൾ ഗിഫ്റ്റ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കളർ പേപ്പേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. കളർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളർ കിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് 21 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പഴയ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ പേപ്പറൊക്കെ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒരു ചട്ട യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം. ആ കാർഡ്ബോർഡ് പീസും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സെയിം കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ ഫ്ലവർ ആണ്. വലിയൊരു റോസ് ഫ്ലവർ. അതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് 4 പീസ് ഓഫ് പേപ്പറാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ളത്. ഇതിൽ നിന്നും ബേസിക് ഫ്ലവർ കട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോന്നിൽ നിന്നും ഇതളുകൾ കട്ട് ചെയ്ത് മാറ്റണം. അതായത് ആദ്യത്തേതിൽ നിന്നും 1, അടുത്തതിൽ നിന്നും 2 ഇതള്, പിന്നെ 3, അതിനുശേഷം 4. അങ്ങനെ മൊത്തം ഇപ്പോൾ നമുക്ക് 8 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റോസ് ഫ്ലവറും നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലേ. ഇനി ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്താലും മതി.
അവസാനമായിട്ട് ഒരു പേപ്പർ ബോ കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതും നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നേഹസമ്മാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷ നിമിഷങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇരട്ടി സന്തോഷമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.